ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അടുത്ത നമുക്കൊരു ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ് എന്ന് നോക്കാം. ഇപ്പം ഞാനൊരു സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ടാണ് വരച്ചിരിക്കുന്നത്. ഇത് ഒരു ബൾബുണ്ട്. ആ ബൾബ് നമ്മളൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു കീ അല്ലെങ്കിൽ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. കീ അല്ലെങ്കിൽ സ്വിച്ച്. ഇനി ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കീ ക്ലോസ് ആയിരിക്കുന്ന കേസിൽ ഈ വോൾട്ടേജ് എന്തുമായിട്ട് കണക്ട് ആകും? ഈ ബൾബുമായിട്ട് കണക്ട് ആയി സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ വോൾട്ടേജ് ഞാൻ ആദ്യമേ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് ഫ്ലോ സാധ്യമാകൂ. അപ്പോൾ എത്രയും നേരം പൊട്ടൻഷ്യൽ ഉണ്ടോ അത്രയും നേരവും എന്ത് സംഭവിക്കും? കറണ്ട് ഫ്ലോ ഉണ്ടാകും. അപ്പോൾ നമ്മളിവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇതിലെ കൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നു. അതിന്റെ പാത്ത് എങ്ങനെയാണ്? ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക്. ഞാൻ ആരോ മാർക്ക് യൂസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കറണ്ട് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് കയറുന്നു, ലോവർ പൊട്ടൻഷ്യലിലേക്ക് വന്നെത്തുന്നു. എപ്പോൾ വരെ? ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഈ ബാറ്ററി എത്ര നേരം ഇവിടെ ഉണ്ടോ അത്രയും നേരം വരെ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് കിട്ടും. അതായത് കറണ്ട് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആണ്, ഒരു ക്ലോസ്ഡ് പാത്തുമാണ്. ഇങ്ങനെയുള്ള കേസിനെയാണ് നമ്മൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് a continuous and a closed path of current flowing through a circuit is called an electric circuit. ഒരു സർക്യൂട്ടിൽ കൂടെ അല്ലെങ്കിൽ ഒരു ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, ഇതൊരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് ആണല്ലോ. ഇലക്ട്രിക്കൽ അപ്ലയൻസും കമ്പോണൻസും നമ്മളൊരു വയർ യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വയർ യൂസ് ചെയ്ത് കണക്ട് ചെയ്യുമ്പോൾ അതിലേക്കൂടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പോണൻസിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ സിസ്റ്റത്തിനെ നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നു. ഇനി നമ്മൾ ഈ ഇലക്ട്രിക് സർക്യൂട്ടിനകത്ത് എന്തൊക്കെയായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക? സോഴ്സ് ഉണ്ടാവും അല്ലേ? സോഴ്സ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നൽകുന്ന എന്തിനെങ്കിലും അല്ലെങ്കിൽ കറണ്ട് ഫ്ലോയ്ക്ക് സാധ്യമാകുന്ന എന്തിനെയാണോ അതിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി ആണ്. അപ്പോൾ സോഴ്സ് ഉണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഉണ്ട്. ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്? ബൾബ് ഒരു ഇലക്ട്രിക്കൽ കമ്പോണന്റ് ആണ്. അതുപോലെ നമ്മുടെ സ്വിച്ച് അല്ലെങ്കിൽ കീ ഒരു ഇലക്ട്രിക്കൽ കമ്പോണന്റ് ആണ്. ഇലക്ട്രിക്കൽ കമ്പോണൻസും സോഴ്സിനെയും നമ്മൾ വയർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്ത് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കറണ്ട് ഫ്ലോ നടന്നു. ആ സമയത്ത് ഇതിനെ നമുക്ക് എന്ത് പറയാം? ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയാം. Electrical circuit is a continuous and a closed path where we are connecting electrical devices using conductors or wires, and here a continuous and a closed circuit is obtained. അല്ലേ? അതാണ് നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കണം. ഓരോ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് കമ്പോണന്റ് ആണ് നമ്മുടെ റെസിസ്റ്റർ. എല്ലാ ഇലക്ട്രിക് സർക്യൂട്ടിനും ഒരു റെസിസ്റ്റർ ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ വീട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ റെസിഡൻസിലുള്ള ഒരു വയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക് വയറിംഗ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് സർക്യൂട്ടാണ്. അവിടെയും എന്താണ്? ക്ലോസ്ഡ് ആൻഡ് കണ്ടിന്യൂസ് കറണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെയും നമ്മൾ ഇലക്ട്രിക്കൽ കമ്പോണൻസിനെ വയേഴ്സ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹോമിലുള്ള വയറിംഗ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് സർക്യൂട്ടാണ്. അപ്പൊ നമുക്ക് റെസിസ്റ്റർ ഉണ്ട്. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ കറണ്ടിനെ നമ്മൾ കടത്തിവിടാൻ പ്രയാസപ്പെടുന്ന ഒബ്ജക്റ്റുകളെയാണ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിലേക്ക് കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അതിന് ആ സർക്യൂട്ടിൽ കൂടെ അല്ലെങ്കിൽ ആ കമ്പോണന്റിൽ കൂടെ ഫ്ലോ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് പറയുന്നത്? നമ്മൾ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ വീടുകളിലെല്ലാം ഉപയോഗിക്കുന്ന ഫാൻ, മിക്സി, ബൾബ്, TV ഇതെല്ലാം ഒരു റെസിസ്റ്റർ ആണെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിലെ കൂടെ കറണ്ടിനെ കടത്തി വിടുമ്പോൾ ആ കറണ്ടിനൊരു പ്രയാസമുണ്ട് ആ കറണ്ട് ആ ഒബ്ജക്റ്റിൽ കൂടെ ഫ്ലോ ചെയ്യാൻ. അപ്പോൾ അതൊരു റെസിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ കാണുന്ന നമ്മുടെ ഉപകരണങ്ങളെല്ലാം ഒട്ടുമിക്കതും റെസിസ്റ്ററിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ റെസിസ്റ്ററിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് വരുന്നത്? ഫാന്, TV, അതുപോലെ ബൾബ്, അങ്ങനെയുള്ള ഡിവൈസ് ഒക്കെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ഫാൻ ആണെങ്കിലും TV ആണെങ്കിലും ബൾബ് ആണെങ്കിലും ഒരുപാട് നേരം ഉപയോഗിക്കുമ്പോൾ എന്താവുന്നുണ്ട്? അത് ഹീറ്റ് ആവുന്നുണ്ട് അല്ലേ? അതൊരു റെസിസ്റ്റർ ആയതുകൊണ്ടാണ് അതിൽ എന്ത് സംഭവിക്കുന്നത്? ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കമ്പോണൻസ്. ഇനി ഓരോ കമ്പോണൻസും ഏതൊക്കെയാണെന്നും അതിന്റെ സിമ്പൽ എങ്ങനെയൊക്കെ വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സർക്യൂട്ടിൽ തന്നെ 2-3 സിമ്പലുകൾ കാണിക്കുന്നുണ്ട്. ബൾബിന്റെ സിമ്പൽ ഇതാണ്. കീ അല്ലെങ്കിൽ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ബാറ്ററി ഇതാണ്. ഇനി ഓരോന്നും ഞാൻ ടാബുലാർ കോളമായിട്ട് കാണിച്ചു തരാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, കമ്പോണൻസും അതിന്റെ സിമ്പൽ.
ആദ്യം തന്നെ സെല്ല്, ഒരു സെല്ല് എങ്ങനെ വരുമെന്ന് നോക്കാം. സെൽ നിങ്ങൾ പലപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഒരു സർക്യൂട്ട് വെച്ച് കാണിക്കുന്നതാണ് ഒരു സെൽ എങ്ങനെ വരുന്നത്. ഒരു പോസിറ്റീവ് പ്ലേറ്റും ഉണ്ടാവും, ഒരു നെഗറ്റീവ് പ്ലേറ്റും ഉണ്ടാവും സെല്ലിനാകുമ്പോൾ. ഇങ്ങനെയായിരിക്കും സെല്ലിരിക്കുക. ഇനി ബാറ്ററി എങ്ങനെ വരുമെന്ന് നോക്കാം. ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ല് കണക്റ്റഡിനെയാണ് നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത്. അതിന്റെ സിമ്പൽ എങ്ങനെ വരുമെന്ന് നോക്കാം. ഇങ്ങനെയാണ് ഒരു ബാറ്ററിയുടെ സിമ്പല് ഇരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ബൾബ് എങ്ങനെയാണെന്ന് നോക്കാം. ബൾബും ഇതുപോലെ തന്നെ ഒരുപാട് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ കാണുന്നതാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ് ബൾബൊക്കെ. ഇതാണൊരു ബൾബിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജോയിന്റ് ആയിട്ടുള്ള രണ്ട് വയറുകൾ, എ വയർ ജോയിന്റ്. നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ഒരു വയർ നമ്മൾ എടുക്കുക, അതിലേക്ക് വേറൊരു വയർ വന്ന് ചേരുക, എന്നിട്ട് ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യിക്കുന്ന പോയിന്റ് കാണിക്കണം. അപ്പൊ ഇതിനെയാണ് വയർ ജോയിന്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ജോയിന്റ് ഇല്ലാതെ രണ്ട് വയർ ക്രോസ് ചെയ്ത് പോവാണെന്നിരിക്കട്ടെ, അപ്പൊ ആ കേസ് എങ്ങനെ വരുമെന്നൊന്ന് നോക്കാം. അതായത് ഫസ്റ്റ് വയർ എടുത്തു, ഫസ്റ്റ് കണ്ടക്ടർ എടുത്തു, അതിനെ ഓവർലാപ്പ് ചെയ്ത് മറ്റൊരു വയർ പോവുകയാണ്, പക്ഷെ തമ്മിൽ കണക്ഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. ഇവിടെ വരുമ്പോൾ ഒരു ജമ്പിങ് ഉണ്ടാവും. ഇതാണ് വയർ വരുന്നത്. വയർ വിത്തൗട്ട് ജോയിന്റ് ആണ് അത് വരുന്നത്. ഇനി നമ്മൾ കീ അല്ലെങ്കിൽ സ്വിച്ച്, കീ ഓർ സ്വിച്ച്, അതും സർക്യൂട്ടിൽ നിങ്ങൾ കാണുന്നതാണ്. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് സ്വിച്ചിനെ വേറെ രീതിയിൽ കാണിക്കാം. ഇങ്ങനെ ഇരിക്കും. ഇതാണ് സ്വിച്ച്. ഇത് ഓപ്പൺ പൊസിഷൻ, അതായത് കണക്ട് ചെയ്തിട്ടില്ല, സ്വിച്ച് ഓൺ അല്ലാത്ത കേസ്. ഇനി സ്വിച്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും, അല്ലെങ്കിൽ നമുക്ക് ഏത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യിച്ച് വരില്ലേ. അപ്പൊ ഇതാണ് സ്വിച്ചിന്റെ കാര്യം പറയാനുള്ളത്. ഇനി വോൾട്ട് മീറ്ററും അമ്മീറ്ററും എങ്ങനെ വരുമെന്ന് നോക്കാം. വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ. അതായത് വോൾട്ട് മീറ്റർ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. വോൾട്ട് മീറ്ററിന്റെ സിമ്പൽ എങ്ങനെയൊക്കെയാണ്? ബി ആയിരിക്കും വോൾട്ട് മീറ്റർ ആണെങ്കിൽ, പ്ലസ് മൈനസ് ഉണ്ടാകും. അതുപോലെ അമ്മീറ്റർ ആണെങ്കിൽ എ ആയിരിക്കും, ഇവിടെയും പ്ലസ് മൈനസ് ആയിരിക്കും കാണിക്കുക. ഇനി ഒരു റെസിസ്റ്റർ എങ്ങനെയാണെന്ന്, റെസിസ്റ്റർ ഞാൻ പറഞ്ഞു തന്നിരുന്നു. റെസിസ്റ്റർ ഇങ്ങനെയായിരിക്കും ഒരു റെസിസ്റ്റർ വരിക. ഇത് വരുന്നത് ഫിക്സഡ് റെസിസ്റ്റർ ആണ് വരുന്നത്. ഇനി വേരിയബിൾ റെസിസ്റ്റർ ഉണ്ട്. വേരിയബിൾ റെസിസ്റ്റർ ആണെങ്കിൽ ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൂടെ കാണിക്കാം. ഇനി അടുത്തത് റിയോസ്റ്റാറ്റ്, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആയിട്ടുള്ള റിയോസ്റ്റാറ്റ് എങ്ങനെ വരുമെന്ന് നോക്കാം. റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ തന്നെയാണ്. അത് നമുക്ക് 3 ടെർമിനൽ ഉണ്ട്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാനായിട്ട് പറ്റും. ഒരു റോഡിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു റോഡ് യൂസ് ചെയ്ത് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിന്റെ സിമ്പൽ വരുന്നത് ഇങ്ങനെയാണ് റിയോസ്റ്റാറ്റിന്റെ സിമ്പൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കമ്പോണൻസും സിമ്പലും പറയാനുള്ളത്. ഒട്ടുമിക്ക കാര്യങ്ങളിലും കഴിഞ്ഞ വീഡിയോസിലും തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകളിലെല്ലാം നമ്മൾ കണ്ട ക്ലാസ് ഇതാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ചിലപ്പം വയറിന്റെ കാര്യവും അതുപോലെ തന്നെ സ്വിച്ച്, ഈ സ്വിച്ചും ആയിരിക്കണം. ഇങ്ങനെ സ്വിച്ചിനെ റെപ്രസെന്റ് ചെയ്യും. ഇതാണെങ്കിൽ കീ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കമ്പോണൻസും അതിന്റെ സിമ്പലിലും വരാനുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു സർക്യൂട്ടിൽ അതുപോലെ സീരീസ് അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഉണ്ട്. റെസിസ്റ്ററുകൾ സീരീസിൽ കണക്ട് ചെയ്താൽ എന്താ വരിക, അല്ലെങ്കിൽ റെസിസ്റ്ററുകൾ പാരലലിൽ കണക്ട് ചെയ്താൽ എന്താ വരിക എന്നൊക്കെ, അതിന്റെ കോമ്പിനേഷൻ ഓഫ് കണക്ഷനും, പിന്നെ ഇലക്ട്രിക് പവർ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു, ഇലക്ട്രിക് ഹീറ്റിംഗ് എങ്ങനെയാണ്, അതായത് ഒരു സർക്യൂട്ടിൽ ഹീറ്റിംഗ് എങ്ങനെ സംഭവിക്കുന്നു. ഹീറ്റ് ആവുന്നുണ്ടല്ലോ, നമ്മൾ ഒരു ഉപയോഗം അല്ലെങ്കിൽ ഒരു ചാർജർ നമ്മളിപ്പോൾ കുറേ നേരം കുത്തിയിട്ടു, അപ്പൊ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താവും, ഹീറ്റ് ആവും. അല്ലെങ്കിൽ ഒരു ഫാൻ നമ്മൾ കുറെ നേരം യൂസ് ചെയ്തു, ഫാൻ എന്താവും, ഹീറ്റ് ആവും. അത് എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരും ക്ലാസ്സുകളിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. ഇന്ന് പഠിപ്പിച്ച ഇത്രേ ഉള്ളൂ. ഓംസ് ലോയെ കുറിച്ച് ഡിഫൈൻ ചെയ്ത് പറഞ്ഞു. ഓംസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്. ഒരു യൂണിവേഴ്സൽ ലോ അല്ല ഓംസ് ലോ എന്ന് പറയുന്നത്. കാരണം എല്ലാ കേസിലും അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഓംസ് ലോ യൂണിവേഴ്സൽ ലോ അല്ല, എങ്കിൽ കൂടെ ഇലക്ട്രിസിറ്റി കേസിൽ, കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഓംസ് ലോ. ഒട്ടുമിക്ക നമ്മൾ പ്രോബ്ലംസും ഇനി വരുന്ന ക്ലാസ്സുകളിലെല്ലാം ഓംസ് ലോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മാക്സിമം നിങ്ങൾ ഓംസ് ലോ നല്ലതായിട്ട് പഠിക്കുക. അതിനുശേഷം നമ്മൾ കണ്ടത് റെസിസ്റ്റിവിറ്റി എന്താണെന്ന് കണ്ടു.
റെസിസ്റ്റിവിറ്റി എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിൽ ഓരോ മെറ്റീരിയൽസിന്റെയും റെസിസ്റ്റിവിറ്റി പറഞ്ഞു, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്, ഇങ്ങനെയൊക്കെയാണ് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് വരുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇപ്പോൾ സിമ്പിൾസ് വരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത് അല്ലേ. ഓരോ കമ്പോണൻസ് നമ്മൾ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ സിമ്പലുകളും അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് അറിഞ്ഞത്. പിന്നെ വരും ക്ലാസ്സുകളിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എടുക്കുന്നത്. റെസിസ്റ്റൻസിനെ കുറിച്ചും ഒക്കെ ആയിരിക്കും, സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസുകൾ സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴും പാരലലിൽ കണക്ട് ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുക, അതിൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്തൊക്കെയാണ്, അതുപോലെ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, അതുപോലെ ഇലക്ട്രിക് പവർ എന്നീ ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് സീരീസിൽ റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിൽ ഞാനൊരു 3 റെസിസ്റ്ററുകൾ വെച്ചിട്ടുണ്ട്. ആ 3 റെസിസ്റ്ററും എങ്ങനെയാണ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന്റെ എൻഡ് മറ്റേതിന്റെ സ്റ്റാർട്ടിങ് എൻഡുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുക. അതായത് ഓരോന്നും കണക്ട് ചെയ്ത് പോകുന്നു. ഇനി ഈ മൊത്തം റെസിസ്റ്റൻസ് ഇപ്പൊ ഞാനിപ്പോൾ 3 റെസിസ്റ്റൻസേ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് എത്ര നമ്പർ ഓഫ് റെസിസ്റ്റൻസ് വേണമെങ്കിലും കണക്ട് ചെയ്യാം. സപ്പോസ് n നമ്പർ ഓഫ് റെസിസ്റ്റൻസുകൾ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു സോഴ്സ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, ഒരു കീ കൊടുത്തിട്ടുണ്ട്. കീ യൂസ് ചെയ്ത് നമ്മൾ ഈ സർക്യൂട്ട് ക്ലോസ് ചെയ്യുന്നു. ഇനി ഇതിലേക്കൂടെയുള്ള കറണ്ടിനെ മെഷർ ചെയ്യാൻ ഒരു അമ്മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കീ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൂലം ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ സംഭവിക്കുന്നു അല്ലേ. ഈ കറണ്ട് ഫ്ലോ എങ്ങനെയാണ്? കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്ക് പോവാണ് ചെയ്യുന്നത്. അതായത് ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് കറണ്ടാണോ അതേ കറണ്ട് തന്നെ ആയിരിക്കും, അതേ വാല്യൂ ഓഫ് കറണ്ട് തന്നെ ലോ പൊട്ടൻഷ്യലിലും വന്ന് കയറുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ നോക്കിക്കേ, 3 റെസിസ്റ്റൻസുകളും സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ 3 കൂടെ ഒഴുകുന്ന കറണ്ടും എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. അതായത് ഫസ്റ്റ് റെസിസ്റ്റൻസിൽ കൂടെ ഐ കറണ്ട് ഫ്ലോ ചെയ്താൽ സെക്കൻഡ് റെസിസ്റ്റൻസിൽ കൂടെയും എന്തായിരിക്കും? ഐ കറണ്ട് തന്നെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. തേർഡ് റെസിസ്റ്റൻസിൽ കൂടെയും ഐ കറണ്ട് തന്നെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. n നമ്പർ ഓഫ് റെസിസ്റ്റൻസുകൾ ഉണ്ടെങ്കിൽ ആ n നമ്പേഴ്സിൽ കൂടെയും സെയിം കറണ്ട് ഐ തന്നെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അതാണ് നമ്മൾ സീരീസ് കണക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നൊന്നിനോട് അടുത്ത് ചേർത്താണ് നമ്മൾ സീരീസ് കണക്ഷൻ ഉണ്ടാക്കുന്നത്. സീരീസ് കണക്ഷനിൽ എല്ലാ റെസിസ്റ്റൻസിൽ കൂടെയും സെയിം കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടുത്തെ ഓരോ റെസിസ്റ്റൻസിന്റെയും വോൾട്ടേജ് മെഷർ ചെയ്യണം. അതായത് ഈ റെസിസ്റ്റൻസുകൾ ഓരോന്നിനും ഓരോ വാല്യൂസ് ആണ്. R1ന്റെ വാല്യൂ ആയിരിക്കില്ല R2ന്റെ വാല്യൂ ആയിരിക്കില്ല R3ന്റെ. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് നമുക്ക് V ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ഉള്ള വോൾട്ടേജ് ഞാൻ മെഷർ ചെയ്യുവാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയാണല്ലോ വോൾട്ട്മീറ്റർ നമ്മൾ അക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ട് ഓരോ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഓരോ റെസിസ്റ്റൻസിനും ഓരോ വോൾട്ടേജ് ആയിരിക്കും കിട്ടുക അല്ലേ. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ 2 ടെർമിനലിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് ഈ V എന്ന് പറയുന്നത്. ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് വോൾട്ടേജ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. അപ്പോൾ സീരീസ് കണക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത് കറണ്ട് എപ്പോഴും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിമും വോൾട്ടേജുകൾ ഡിഫറൻറ്റും ആയിരിക്കും. അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. കറണ്ട് ഈസ് സെയിം ബട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡിഫറെന്റ് ഫോർ ഈച്ച് റെസിസ്റ്റൻസ്. ഒന്നാമത്തത് കറണ്ട് സെയിം ആണ്. രണ്ടാമത്തത് ഡിഫറെന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി ഞാനിത് ഇക്വേഷൻ വൈസ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നമുക്കറിയാം ഓംസ് ലോ വഴി V = I × R ആണ് എന്ന് നമുക്ക് അറിയാം അല്ലേ. ഇവിടെ കൂടെ എല്ലാത്തിലും കൂടെ പോകുന്ന കറണ്ട് സെയിം ആണ്. അപ്പൊ കറണ്ടിനെ നമുക്ക് I കൊണ്ട് തന്നെ റെപ്രസെന്റ് ചെയ്യാം. എന്തിനാണ് വ്യത്യാസം വരുന്നത്? വോൾട്ടേജ് Vക്കായിരിക്കും വ്യത്യാസം വരുന്നത്. സപ്പോസ് R1 റെസിസ്റ്റൻസ് എടുക്കുന്ന വോൾട്ടേജ് V1 ആണെന്നിരിക്കട്ടെ. R1ന് കിട്ടുന്ന വോൾട്ടേജ് V1 ആണ്. അതുപോലെ R2ന് കിട്ടുന്ന വോൾട്ടേജ് V2 ആണ്. അതുപോലെ R3ക്ക് കിട്ടുന്ന വോൾട്ടേജ് V3 ആയിരിക്കും. ഇതിന് മൂന്നിനും കറണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. എന്താണ്? I തന്നെയായിരിക്കും കറണ്ട് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ് ഈ മൂന്നെണ്ണത്തിന് കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ടോട്ടൽ V എന്ന് പറഞ്ഞാൽ V1 + V2 + V3 ആയിരിക്കില്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? V = V1 + V2 + V3 എന്ന് എഴുതാം. ഇനി നമുക്ക് വിക്കുള്ള ഇക്വേഷൻ അറിയാം. V = I × R ആണെന്ന് അറിയാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ V1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? V1 എന്ന് പറഞ്ഞാൽ I × R1 അല്ലേ? V1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെസിസ്റ്ററിന്റെ വോൾട്ടേജ് ആണ്. അതിനെന്താണ് ഇക്വേഷൻ വരുന്നത്? അതിന്റെ കറണ്ട് ഇൻറ്റു അതിന്റെ റെസിസ്റ്റൻസ്. അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ I × R1. സിമിലർലി V2 എന്ത് വരും? I × R2 അല്ലേ? സിമിലർലി V3 എന്ത് വരും? I × R3. ഇനി ഈ മൂന്ന് V1, V2, V3 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ മൂന്ന് നമ്മൾ എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? V1 പകരം I × R1 കൊടുക്കുക പ്ലസ് V2 പകരം I × R2 കൊടുക്കുക പ്ലസ് V3 പകരം I × R3 കൊടുക്കുക. ഇനി ശ്രദ്ധിക്കുക, V എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. I × R ആണെന്ന് അറിയാം. അതായത് ടോട്ടൽ കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലേ? ടോട്ടൽ V എന്ന് പറഞ്ഞാൽ I × R. അപ്പൊ ഈ മൊത്തം V എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൊത്തം കറണ്ട് ഇൻറ്റു മൊത്തം അതിന്റെ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസിന് നമ്മൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ആ മൊത്തം റെസിസ്റ്റൻസിന് എന്താണ് പറയുന്നത്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസുകൾ. അപ്പൊ നമുക്ക് V ഇങ്ങനെ എഴുതാം. I × R ഇഫക്റ്റീവ് എന്ന് എഴുതാം അല്ലേ? R ഇഫക്റ്റീവ്. ഇനി ഈ സൈഡ് നോക്കിക്കേ, I എല്ലായിടത്തും എന്തുണ്ട്? കോമൺ ഉണ്ട്. അപ്പൊ I നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എങ്ങനെ വരും? I × R1 + R2 + R3 വരും അല്ലേ? പത്ത് സൈഡിൽ എന്തുണ്ട്? I × R ഇഫക്റ്റീവ് ഉണ്ട്. നോക്കിയേ, ഈക്വൽ സൈനിന്റെ രണ്ട് സൈഡിലും I കോമൺ ആണ്. അപ്പൊ രണ്ട് സൈഡിലും എന്ത് ക്യാൻസൽ ആയി പോകും? I ക്യാൻസൽ ആയി പോകും. അപ്പൊ ബാക്കി വരുന്നത് എന്താണ്? R ഇഫക്റ്റീവ് = R1 + R2 + R3. ഇതാണ് നമുക്ക് ആവശ്യമുള്ള കാര്യം. അതായത് ഒരു സീരീസ് കണക്ഷനിലാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസുകൾ എത്ര വേണേ ആയിക്കോട്ടെ, R1, R2, R3 എക്സെട്ര Rn വരെ ആയിക്കോട്ടെ, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അതായത് ഈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസുകളുടെ സം ആയിരിക്കും. അതായത് R1 + R2 + R3. ഇത്രയാണ് റെസിസ്റ്റൻസ് ഇൻ സീരീസിൽ പറയാൻ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് പറയാം. നമ്മൾ റെസിസ്റ്റൻസ് ഇൻ സീരീസ് വരുമ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു. R എഫക്റ്റീവ് എങ്ങനെ വരുമെന്നും കണ്ടു. ഇനി R എഫക്റ്റീവിന്റെ വാല്യൂ ഞാൻ ഇവിടെ നിന്ന് എഴുതുവാണ്. R എഫക്റ്റീവ് = 3 റെസിസ്റ്റൻസ് ആയതുകൊണ്ട് R1 + R2 + R3 എന്ന് പറഞ്ഞു വന്നു. R1 + R2 + R3. ഇനി ഞാനിവിടെ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുവാണ്. അതായത് ഇങ്ങനെ കണക്ട് ചെയ്ത് പോവാണ്. R1, R2 അങ്ങനെ n നമ്പേഴ്സ് വരെ ഞാൻ കണക്ട് ചെയ്തു എന്ന് സപ്പോസ് ചെയ്യുക. ഒന്നാമത്തേതിന്റെ R1 ആണ്, രണ്ടാമത്തേത് R2 ആണ്, അങ്ങനെ n നമ്പേഴ്സ് കണക്ട് ചെയ്ത് പോയി. ഇനി എല്ലാ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂവും സെയിം ആണ്. അതായത് R1 എന്ന് പറഞ്ഞാൽ R ആണ്, R2 എന്ന് പറഞ്ഞാൽ R ആണ്, അതുപോലെ Rn എന്ന് പറഞ്ഞാൽ R ആണ്. നമുക്ക് സ്പെഷ്യൽ കേസിലേക്ക് നോക്കാം. R1, R2, R3, R1, R2, R3 എക്സെട്ര n നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് Rn. ഇതെല്ലാം എന്താണെന്ന് പറഞ്ഞു? R ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ R ഇഫക്റ്റീവ് = R1 പകരം എന്ത് എഴുതാം? R എന്ന് എഴുതാം. R പ്ലസ് R2 പകരം എന്ത് വരും? R എന്ന് വരും. അങ്ങനെ എത്ര റെസിസ്റ്റൻസുകൾ ഉണ്ടോ അത്രയും റെസിസ്റ്റൻസുകൾക്കും എന്താ എടുത്ത് കൊടുക്കുക? R എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ n റെസിസ്റ്റേഴ്സ് ഉണ്ട്, അപ്പോൾ Rn വരെ വരുന്നു. ഇനി മൊത്തം നമുക്ക് എത്ര റെസിസ്റ്റേഴ്സ് ആണുള്ളത്? n വരും. അപ്പോൾ ഈ ടോട്ടൽ R + R + എക്സെട്ര R വരെ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതുക? n × R എന്ന് എഴുതാം അല്ലേ? റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഓരോന്നിന്റെ വാല്യൂ R ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ n × R ആയിരിക്കും. അപ്പൊ R ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് വന്നത്? n × R. ഇതേത് കേസിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ? സെയിം റെസിസ്റ്റൻസിന്റെ വാല്യൂ എല്ലാം സെയിം ആണെങ്കിൽ മാത്രം നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ മെത്തേഡാണ്
ആർ എഫക്റ്റീവ് ഈക്വൽ ടു എൻ ഇൻറ്റു ആർ. ഇത്രയുമാണ് റെസിസ്റ്റേഴ്സ് സീരീസ് കണക്ഷനിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് പറയാനുള്ളത്. നമുക്ക് അടുത്ത കാണേണ്ടത് റെസിസ്റ്റേഴ്സ് പാരലലി കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ഇവിടെ 3 റെസിസ്റ്ററുകളാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, R1, R2, R3. ഈ 3 പാരലലി കണക്ട് ചെയ്യുക. പാരലലി കണക്ട് ചെയ്താന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കോമൺ സ്റ്റാർട്ടിങ്ങും എൻഡിങ് പോയിന്റും ആയിരിക്കും. അതായത് ഫസ്റ്റ് റെസിസ്റ്റൻസിന്റെ സ്റ്റാർട്ട് പോയിന്റ് ഇതും സെക്കൻഡ് എൻഡ് പോയിന്റ് ഇതും ആണെങ്കിൽ അത് തന്നെയായിരിക്കും തേർഡ് റെസിസ്റ്റൻസിന്റെയും സെക്കൻഡ് റെസിസ്റ്റൻസിന്റെയും വരിക. അതായത് എല്ലാത്തിന്റെയും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും തമ്മിൽ ടൈ ചെയ്തിരിക്കും, രണ്ടും കണക്ട് ചെയ്തിരിക്കും ഈക്വൽ ആയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വോൾട്ടേജ് കൊടുത്തു, കീ ക്ലോസ് ചെയ്തു. ഇതിൽ എന്ത് ഫ്ലോ നടക്കും? ഒരു കറണ്ട് ഫ്ലോ നടക്കും. നമുക്കറിയാം കറണ്ട് ഈ സർക്യൂട്ടിൽ ത്രൂ ഔട്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അതായത് പോസിറ്റീവ് ടെർമിനലിൽ കൂടെ കയറി നെഗറ്റീവ് ടെർമിനലിൽ വന്ന് എൻഡ് ചെയ്യുന്നു. അതായത് ഇവിടെ നിന്ന് പോകുമ്പോഴും കറണ്ട് ഐ ആണ്, ഇവിടെ വന്ന് കയറുമ്പോഴും കറണ്ട് ഐ ആണ്. ഇനി നോക്കിയേ, ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ കറണ്ടിന് 3 പാത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റും അല്ലെ? 3 പാത്ത് ഉണ്ട്, 3 ഇലക്ട്രിക്കൽ കമ്പോണൻസ് ആണ്, റെസിസ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് കറണ്ട് 3 പാത്തിലൂടെയും സഞ്ചരിക്കും. ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ അനുസരിച്ച് 3 പാത്തിൽ സഞ്ചരിക്കുമ്പോഴും 3 കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുക അല്ലെ? ഫസ്റ്റ് 1 കേസിൽ R1 കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ട് I1 എന്ന് പറയുന്ന ഒരു കറണ്ട് ആയിരിക്കും, R2 കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ട് I2 എന്ന് പറയുന്ന ഒരു കറണ്ട് ആയിരിക്കും, R3 കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ട് I3 എന്ന് പറയുന്ന ഒരു കറണ്ട് ആയിരിക്കും. ഈ I ആണ് I1, I2, I3 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തത്. തിരിച്ച് ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ ഈ I1ഉം I2ഉം I3യും കൂടെ ജോയിൻ ആയി എന്തായി മാറുന്നു? I ആയി മാറുന്നു. അങ്ങനെയായി നെഗറ്റീവ് ടെർമിനലിലേക്ക് വരുന്നു. ഇനി ഈ ടോട്ടൽ കറണ്ട് ആണ് I നമ്മൾ ഈ അമ്മീറ്റർ യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് മെഷർ ചെയ്യണം. വോൾട്ടേജ് മെഷർ ചെയ്യാൻ എന്താ ചെയ്യുന്നത്? നമ്മൾ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടാണല്ലോ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത്. അപ്പൊ റെസിസ്റ്റൻസിന് അക്രോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു അല്ലെ? ഇങ്ങനെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. പോസിറ്റീവ് ഇവിടെ വരുന്നു, നെഗറ്റീവ് ഇവിടെയും വരുന്നു. ഇവിടെ നോക്കിക്കേ, ഈ പോയിന്റും ഈ പോയിന്റും സെയിം അല്ലേ? ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റ് എടുത്താലും വോൾട്ടേജ് സെയിം ആണ്, ഈ ഒരു പോയിന്റ് എടുത്താലും ഈ ഒരു പോയിന്റ് എടുത്താലും വോൾട്ടേജ് സെയിം ആണ്. അതായത് ഈ 3 റെസിസ്റ്റൻസുകൾക്കും എന്ത് സെയിം ആയിരിക്കും? വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും. അതാണ് സീരീസിൽ നിന്ന് പാരലലിലേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സീരീസിൽ നമ്മൾ സീരീസ് റെസിസ്റ്റൻസിൽ എല്ലാ കൂടെയും സെയിം കറണ്ട് ആയിരുന്നു ഫ്ലോ ചെയ്യുക. പക്ഷെ ഇവിടെ വന്നപ്പോൾ റെസിസ്റ്റൻസിൽ എല്ലാത്തിലും കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡിഫറെന്റ് ആണ്. എന്താണ് സെയിം വന്നത്? വോൾട്ടേജ് ആണ് സെയിം വന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് കാര്യം ഓർത്ത് വെക്കേണ്ടത് ഒന്നാമത്തത്, വോൾട്ടേജ് ഈസ് സെയിം ത്രൂ ഔട്ട് ഓൾ റെസിസ്റ്റേഴ്സ് അല്ലെ? വോൾട്ടേജ് അക്രോസ് ഓൾ റെസിസ്റ്റർ ഈസ് സെയിം. വോൾട്ടേജ് സെയിം ആണ്. എന്തിനാണ് ഡിഫറൻസ് വന്നേക്കുന്നത്? കറണ്ട് ആണ് ഡിഫറൻസ് വന്നേക്കുന്നത്. കറണ്ട് ഈസ് I ഈസ് ഡിഫറെന്റ്. I ഈസ് ഡിഫറെന്റ്. അപ്പൊ നമുക്ക് ടോട്ടൽ കറണ്ട് നമ്മുടെ I ആണെന്നറിയാം. ആ I ആണ് I1, I2, I3 ആയിട്ട് സ്പ്ലിറ്റ് ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് കറണ്ടിനെ എങ്ങനെ എഴുതാം? I ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3 എഴുതാമല്ലോ. I1 പ്ലസ് I2 പ്ലസ് I3 എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്കറിയാം വോൾട്ടേജ് V ഈക്വൽ ടു I ഇൻറ്റു R ആണ് എന്ന് നമുക്കറിയാം അല്ലെ? വോൾട്ടേജ് ഓംസ് ലോ വെച്ച് V ഈക്വൽ ടു I ഇൻറ്റു R. ഇതിൽ നിന്ന് I എന്ത് വരും? I ഈക്വൽ ടു V ബൈ R വരും അല്ലെ? I ഈക്വൽ ടു V ബൈ R വരും. ഇനി ഈ Iക്ക് പകരം നമ്മളിവിടെ ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. V ബൈ R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എങ്ങനെ വരും? V ബൈ R. ഇനി ഈ R നോക്കിക്കേ, ഈ R എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ സർക്യൂട്ടിലുള്ള R ആണ്. അതായത് ഇതിനെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയാം. നമ്മുടെ ഇവിടെ V ബൈ ആറിന് പകരം R എഫക്റ്റീവ് എന്നൂടെ എഴുതുക അല്ലെ? വോൾട്ടേജ് സെയിം വോൾട്ടേജ്, ഫുൾ വോൾട്ടേജ് ആണ് ഈ V. R എന്ന് പറഞ്ഞാൽ ഈ 3ന്റെയും കൂടെയുള്ള മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് ആണ് R ഇഫക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം കറണ്ട് I1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഇക്വേഷനിൽ നിന്ന് I1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? V കോമൺ ആണ്, V എല്ലാത്തിനും സെയിം ആണ്. അപ്പൊ Vക്ക് ചേഞ്ച് വരുന്നില്ല, V പോലെ തന്നെ എഴുതുക. ഡിവൈഡഡ് ബൈ ഫസ്റ്റ് റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ട് I1 ആയതുകൊണ്ട് തന്നെ അതിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? R1 അല്ലെ? അപ്പൊ ഫസ്റ്റ് റെസിസ്റ്റൻസിന്റെ കറണ്ട് I1 ഈക്വൽ ടു V ബൈ R1. അതുപോലെ സെക്കൻഡ് റെസിസ്റ്റൻസിന്റെ I2 കറണ്ട് എന്ന് വരും? V ബൈ R2 അല്ലെ? തേർഡ് റെസിസ്റ്റൻസിന്റെ ആകുമ്പോഴോ I3 ഈക്വൽ ടു V ബൈ R3.
അപ്പൊ 3 റെസിസ്റ്റൻസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ 3 ഇക്വേഷനും കൊണ്ട് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പൊ എങ്ങനെ വരും? ഓരോന്നും I1 പകരം V/R1 പ്ലസ് I2 പകരം V/R2 പ്ലസ് I3 പകരം V/R3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി 3 ടേമിലും എന്തുണ്ട് കോമൺ? V എന്ന് പറയുന്ന ടേം കോമൺ ആണ്, അതിനെ ഔട്ട് സൈഡ് എടുക്കുക. അപ്പൊ V/R ഇഫക്റ്റീവ് എന്താ വരിക? V/R effective equal to V into 1/R1. V അല്ലേ ഔട്ട് സൈഡ് എടുത്തേ. അപ്പോൾ 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്ന് വരും. രണ്ട് സൈഡിലും LHSലും RHSലും എന്തുണ്ട്? V ഉണ്ട്. V അതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കിയുള്ളത് എഴുതുമ്പോൾ 1/R effective equal to 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഇങ്ങനെയാണ് നമുക്ക് റെസിസ്റ്റൻസ് ടോട്ടലിന്റെ വാല്യൂ കിട്ടുന്നത്. അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്ന് പറയുന്നത്. അപ്പൊ റെസിപ്രോക്കൽ ആണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇത് നിങ്ങൾ ഓരോന്ന് സോൾവ് ചെയ്യുക. അതായത് ടോട്ടൽ കണ്ടുപിടിച്ചതിന് ശേഷം റെസിപ്രോക്കൽ എടുത്താൽ മാത്രമേ R ഇഫക്റ്റീവ് നമുക്ക് കിട്ടുള്ളൂ അല്ലെ. ഇങ്ങനെ എഴുതിയാൽ റെസിസ്റ്റൻസ് ആവില്ല. ഇങ്ങനെ ചെയ്തിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മാത്രമേ R ഇഫക്റ്റീവ് കിട്ടുള്ളൂ. കാരണം 1/R ഇഫക്റ്റീവ് ആണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ R ഇഫക്റ്റീവ് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആൻസറിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ ഇതാണ് പാരലൽ കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. 1/R ഇഫക്റ്റീവ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. പാരലൽ കണക്ഷൻ മനസ്സിലായി കാണും. ഇവിടെ കറണ്ട് ഡിഫറൻറ്റ് ആണ്, വോൾട്ടേജ് വരുന്നത് സെയിം ആണ്. അപ്പൊ കറസ്പോണ്ടിങ് V/R എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് ഓരോ കറണ്ടിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കൊടുക്കുക. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും. ഇനി റെസിസ്റ്റേഴ്സ് ഇൻ സീരീസിൽ നമ്മൾ സ്പെഷ്യൽ കേസ് കണ്ടതുപോലെ തന്നെ റെസിസ്റ്റേഴ്സ് ഇൻ പാരലലിലും സ്പെഷ്യൽ കേസ് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ എങ്ങനെയാണ്? 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഇനി നമ്മൾ ഈ ഓരോ റെസിസ്റ്റൻസിനും, അതായത് നമ്മൾ n നമ്പേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും R എന്ന് പറയുന്ന വാല്യൂ, അതായത് എല്ലാ വാല്യൂ സെയിം ആണെന്ന് കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ 1/R ഇഫക്റ്റീവ് എങ്ങനെ വരും? 1/R ഇഫക്റ്റീവ് ഈക്വൽ ടു 1/R1 പകരം എന്താകും? R ആകും അല്ലെ. R എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സെയിം റെസിസ്റ്റൻസ് ആണ്. അപ്പൊ R1 പകരം R ആയി പ്ലസ് 1/R2. R2 എന്താണ്? R ആണ് അല്ലെ. 1/R എന്ന് എഴുതാം. R2 പകരം R എന്ന് എഴുതാം പ്ലസ് അങ്ങനെ n നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ലാസ്റ്റ് കേസിലും എന്ത് വരും? R തന്നെ വരും അല്ലെ. n നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? n/R അല്ലെ. ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/R പ്ലസ് 1/R പ്ലസ് 1/R. R എല്ലാത്തിനും കോമൺ ആണ്. അപ്പൊ ആറിനെ ഡിനോമിനേറ്ററിൽ എഴുതാം. എത്ര നമ്പേഴ്സ് ഉണ്ടോ മുകളിൽ അത് ന്യൂമറേറ്ററിലും എഴുതാം. അപ്പൊ n ഉള്ളത് കൊണ്ട് n/R എന്ന് വരും. ഇത് 1/R ഇഫക്റ്റീവ് ആണ്. നമുക്കിനി ഇതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി അല്ലെ. കിട്ടിയ വാല്യൂവിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. അതെങ്ങനെയാ? R ഇഫക്റ്റീവ് ഈക്വൽ ടു ഇതിന്റെ റെസിപ്രോക്കൽ, അതായത് R/N. എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ ഡിവൈഡഡ് ടോട്ടൽ റെസിസ്റ്റൻസ് ഓരോന്നിന്റെ ഏതാണോ വാല്യൂ സെയിം ആയതുകൊണ്ട് R എടുത്തു. R ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ടോ അത് ചെയ്താൽ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. ഇതാണ് R ഇഫക്റ്റീവ് ഇൻ കേസ് ഓഫ് പാരലൽ കോമ്പിനേഷൻ. അതായത് പാരലൽ ആയിരിക്കുന്ന സമയത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് R/N. ഇനി നമ്മൾ സ്പെഷ്യൽ കേസ് സീരീസിലും പറഞ്ഞിരുന്നു. അവിടെ എങ്ങനെയായിരുന്നു R ഇഫക്റ്റീവ് കണ്ടുപിടിച്ചിരുന്നത്? R ഇഫക്റ്റീവ് സീരീസിന്റെ കേസിലാണെങ്കിൽ NR ആയിരുന്നു എന്തെന്ന് പറയുന്നത്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. NR ആയിരുന്നു സീരീസിന്റെ കേസിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പാരലൽ വന്നപ്പോൾ R/N ആയി. ഈ രണ്ട് ഇക്വേഷനും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഏതാണ് വലുത്. വലുത് വരുന്നത് NR അല്ലേ വലുത് അല്ലെ. 5 ഇൻറ്റു, ഇപ്പം സപ്പോസ് നമ്പർ ഓഫ് റെസിസ്റ്റൻസ് 5 ആണെങ്കിൽ 5 ഇൻറ്റു R വരും. ഇവിടെ ആണെങ്കിൽ 5/R വരും. ഇപ്പൊ ഏതാ വലുത്? ഇതല്ലേ വലുത്. അപ്പൊ സീരീസ് കോമ്പിനേഷനിലുള്ള റെസിസ്റ്റൻസ് ആണ്
പാരലൽ കോമ്പിനേഷനിലുള്ള റെസിസ്റ്റൻസിനേക്കാൾ കൂടുതൽ വരിക അല്ലെ. സീരീസ് കോമ്പിനേഷനിലുള്ള റെസിസ്റ്റൻസ് ആണ് പാരലൽ കോമ്പിനേഷനിലുള്ള റെസിസ്റ്റൻസിനേക്കാൾ വരിക. അപ്പം ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ വീട്ടിലും അതുപോലെ നമ്മൾ വയറിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തും എല്ലാ കേസിലും നമ്മൾ യൂസ് ചെയ്യുന്നത് പാരലൽ കണക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ വരുന്നത് എന്താ, ഫാന്, ലൈറ്റ്, ബൾബ്, ഇതെല്ലാം റെസിസ്റ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ സാധാരണ നമ്മൾ ഹൗസ് ഹോൾഡ് വയറിങ്ങിനും മെയിൻ വയറിങ്ങിനും എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് പാരലൽ കോമ്പിനേഷൻ ആണ്. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. അതായത് ഇപ്പം ഞാൻ ഫസ്റ്റ് കേസ് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതൽ ഏതിനാണ്, സീരീസ് കണക്ഷൻ ആണ് കൂടുതൽ. പാരലലിൽ കുറവാണ്, എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറവ് മതി. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ, അല്ലെങ്കിൽ സീരീസിനേക്കാൾ ബെറ്റർ പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും. ഇനി നിങ്ങൾ സീരീസ് നോക്കുക. സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ അടുപ്പിച്ചങ്ങ് കണക്ട് ചെയ്ത് പോവുക അല്ലെ. അപ്പൊ ഇതിലെ കൂടെ പോകുന്ന ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സെയിം കറണ്ട് ആണ്. സപ്പോസ് ഇത് R1, ഇത് R2 എന്നായിരിക്കട്ടെ. അതായത് ഇതിൽ ഒരു സർക്യൂട്ട് പോയി, അല്ലെങ്കിൽ ഈ ഒരു R1 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ചീത്തയായിരിക്കട്ടെ. R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ചീത്തയായാൽ ഈ R2ലേക്ക് കറണ്ട് ഫ്ലോ നടക്കുമോ? ഇല്ല. ഇത്രയും ഭാഗം അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല അല്ലെ. സീരീസ് ആകുമ്പോൾ കറണ്ട് എല്ലാത്തിലും ഒരേപോലെ ഫ്ലോ ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ചെയ്യില്ല. അതുപോലെ നമ്മൾ ഓർത്താൽ മതി, ഒരു ഫാനും ഒരു ലൈറ്റും കൂടെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. ലൈറ്റ് പെട്ടെന്ന് പോയി, അല്ലെങ്കിൽ ലൈറ്റ് ഫ്യൂസ് ആയി പോയാൽ ആ ലൈറ്റും ഫാനുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഫാനും ഓട്ടോമാറ്റിക് എന്തായി പോകും അല്ലെ, ഓപ്പൺ സർക്യൂട്ട് ആയി പോകും. അപ്പൊ അതിൽ കൂടെ കറണ്ട് ഫ്ലോ സംഭവിക്കത്തില്ല. നേരെ മറിച്ച് പാരലൽ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെയായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ വരുന്ന കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. അപ്പൊ ഏതെങ്കിലും ഒരു കമ്പോണന്റ് നശിഞ്ഞു പോയാൽ ആ ഭാഗത്തേക്കുള്ള കറണ്ട് ഫ്ലോയ്ക്ക് മാത്രമേ തടസ്സം വരുന്നുള്ളൂ. ഈ ഭാഗം എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിരിക്കും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഹൗസ് ഹോൾഡ് കേസിൽ പാരലൽ വയറിംഗ് തന്നെ യൂസ് ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഒരു കമ്പോണന്റിന് എന്തെങ്കിലും നഷ്ടം വന്നാൽ, അല്ലെങ്കിൽ ആ കമ്പോണന്റിൽ കറണ്ട് ഫ്ലോ ഇന്ററപ്റ്റ് ആയി കഴിഞ്ഞാൽ മറ്റ് അപ്ലയൻസസുകളെ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ ചെയ്യുന്നത്. ഇതാണ് പാരലൽ കോമ്പിനേഷന്റെ ഒരു യൂസ്ഫുൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പാരലൽ കോമ്പിനേഷനും സീരീസ് കോമ്പിനേഷനും ഓർത്ത് വെക്കുക. റെസിസ്റ്റൻസ് കൂടുതൽ സീരീസ് കോമ്പിനേഷൻ ആയിരിക്കും എപ്പോഴും, റെസിസ്റ്റൻസ് കുറവായിരിക്കും പാരലൽ കോമ്പിനേഷന് വരിക. പിന്നെ നമ്മൾ വീടുകളിലും എല്ലാ കൊമേഴ്ഷ്യൽ വയറിങ്ങളിലെല്ലാം യൂസ് ചെയ്യുന്നത് പാരലൽ കണക്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിന്റെ കാരണം ഇതാണ്, അൺഇൻറപ്റ്റഡ് ആയിട്ട് നമുക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാകും. സീരീസിലാണെങ്കിൽ അത് സാധ്യമല്ല. പിന്നെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് ആണ് സെയിം, വോൾട്ടേജ് ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മൾ വരുന്നത് ഫിക്സഡ് വോൾട്ടേജ് ആണ് നമുക്ക് വരുന്നത് അല്ലെ. 230 വോൾട്ട് എന്ന് പറയുന്ന ഫിക്സഡ് വോൾട്ടേജ് ആണ് നമുക്ക് വരുന്നത്. പക്ഷെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, AC, TV എല്ലാം ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും പല കറണ്ടാണ്. വോൾട്ടേജ് സെയിം ആയിരിക്കും, 230 വോൾട്ടേജ് തന്നെ ആയിരിക്കും, പക്ഷെ കറണ്ട് ഡിഫറെന്റ് ആണ് അല്ലെ. കറണ്ട് ഡിഫറെന്റ് ആയ കേസ് എന്ന് പറയുന്നത് എപ്പോഴും പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷനിൽ മാത്രമേ അത് പോസിബിൾ ആവത്തുള്ളൂ. അതാണ് ഒരു മെയിൻ കാര്യം നമ്മൾ പാരലൽ കോമ്പിനേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ പാരലലും സീരീസും ആയിട്ടുള്ള ഡിഫറൻസ് ഓർത്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനുകൾ ചോദിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാരലലും സീരീസ് കോമ്പിനേഷനിൽ പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ സെക്ഷനിലേക്ക് പോകുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്.